ഇന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കാവേ. എൻ്റേതായിട്ടുള്ള റെസിപ്പിയിലുള്ളൊരു ബീഫ് കറിയാണേ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കുഞ്ഞതാക്കി ഞുറുക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മുളക്, ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പിൽ വേഗം വെക്കുക. കുക്കറിനകത്തല്ല കേട്ടോ നമ്മൾ വെക്കുന്നത്, സാധാ ചട്ടിയിലാണേ. അപ്പോൾ ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേനായി ഇറച്ചിയിലുള്ള വെള്ളമെല്ലാം കൂടെ അങ്ങ് ഇറങ്ങിക്കോളുവേ. എന്നിട്ട് നല്ലപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി വെക്കണം. എന്നാലേ നല്ലപോലെ എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ വേവത്തുള്ളേ. ഇതിപ്പോൾ ഒരു പകുതി വാട്ടം ആയതേ ഉള്ളേ, ഇത് ശരിക്കും വെന്തിട്ടില്ല. അപ്പം ഇത് കുക്കറിനകത്ത് വെക്കുന്നതിലും കുറച്ചുകൂടെ ടേസ്റ്റ് വിറകടുപ്പിൽ നമ്മളിങ്ങനെ ചട്ടിക്കകത്തോ അല്ലെങ്കിൽ കറിച്ചട്ടി മൺചട്ടിക്കകത്തൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്കിനും നമുക്കിതിനുള്ള ബാക്കിയുള്ള പരിപാടികളും കൂടെ നോക്കണേ. അപ്പോൾ പെട്ടെന്ന് പണി എളുപ്പമാക്കും. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേകട്ടെ, നമുക്ക് ഇതിനുള്ള ബാക്കി സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത്, കൊച്ചുള്ളി ചതച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ കരിവേപ്പില, പിന്നെ പച്ചമുളക്. അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കുമ്പോഴത്തേനും നമ്മുടെ ബീഫ് കൂട്ടാൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ മുളകൊക്കെ നല്ലപോലെ വെന്ത് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെയും ആ ഒരു മുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് നിൽക്കുന്നത്, ഉപ്പുമുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഓവടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് ഇതിനുള്ള പൊടികൾ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ, കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം കൊച്ചുള്ളി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 മുഴുത്ത ഉള്ളി എടുത്തിട്ടുള്ളേ. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇടാവേ. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് നമുക്ക് വേണമെങ്കിൽ കറി ഒന്ന് പൊടി ഇറച്ചിയിലേക്ക് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ മുകളിലൂടെ ഇട്ടാലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ നല്ലപോലെ വഴറ്റി വരുന്നതിന് ശേഷം അതിൻ്റെ ഒരു കളറ് മാറി വരുമ്പോഴത്തേനും സവോള അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇതിന് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെല്ലാം അടി പിടിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ സവോള ഒന്ന് പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കാവേ. അതിനകത്തേക്ക് നമ്മൾ കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചെറിയ കരിയാപ്പിലയുള്ളൂ, കരിയാപ്പിലയ്ക്ക് ഇവിടെ ഭയങ്കര ക്ഷാമമാണേ. അതുകൊണ്ടാണ് ഇച്ചിരി കരിയാപ്പിലയുള്ളൂ. കുറച്ചുകൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പം നല്ല തീ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സവോള എല്ലാം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ സാദാ മുളക് പൊടി, പിന്നെ മീറ്റ് മസാല, എല്ലാം പെട്ടെന്ന് ആഡ് ചെയ്യണം. മീറ്റ് മസാല. അപ്പോൾ നമ്മളെല്ലാം കിച്ചൺ ട്രഷേഴ്സിൻ്റെ പൗഡറുകളാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 1.5 കിലോ ഇറച്ചി ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ടാണ് ഇത്രയും പൊടി വെച്ചെടുക്കുന്നത്. അധികം ചാറ് വേണ്ടായേ, അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ഗ്രേവി എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. പക്ഷേ നേരിട്ടാണ് ഇതിലും കളറുണ്ടായിരുന്നു കേട്ടോ. ക്യാമറ അല്ല, ഇപ്പോൾ കളർ കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത്, അധികം ചാറ് നീട്ടുന്നില്ല, കുറുകുറാന്നുള്ള പോലെ വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേനും ഓവടുപ്പ് നമ്മുടെ ഇറച്ചി ഇരുന്ന് നല്ലപോലെ ഇതാകുന്നുണ്ട് കേട്ടോ, ചൂടാറുന്നില്ല. ഓവടുപ്പ് വഴി തീ ചെന്നത് നല്ലതായിട്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പരുവത്തിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാവേ. ഇറച്ചിയൊക്കെ അവിടെ ഓവടുപ്പ് ഇരുന്ന് നല്ലപോലെ വേകുന്നുണ്ട്. ഇടയ്ക്ക് കയ്യിൽ നിന്ന് ചട്ടി ഒന്ന് വിട്ടുപോയേ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഗ്രേവി ചേർത്തതിന് ശേഷം നടച്ച് വെച്ച് തിളച്ച് കിട്ടി കേട്ടോ. ഇതിന് നല്ല ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്